ഇന്ന് നമുക്ക് കേരളപ്പഴനി കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നുള്ളത് നമ്മുടെ കേരളപ്പഴനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേരളപ്പഴനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ ഇല്ലയെന്ന് അറിയില്ല. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തൃക്കൂർ പഞ്ചായത്തിൽ ചോച്ചേരി കുന്നിലാണ്. നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഗണപതിയെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ ഈ പടി കയറി സുബ്രഹ്മണ്യ സ്വാമിനെ തൊഴുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മുകളിൽ പോയി സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ പഴനി ടെമ്പിളിലേക്ക് കയറാനായിട്ട് ആകെ 693 സ്റ്റെപ്സാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ ഈ ചോച്ചേരിക്കുന്ന് കേരള പഴനിയിലേക്ക് കയറാൻ 239 സ്റ്റെപ്പുകളാണ് ഉള്ളത്. കുന്നിൻ മുകളിലുള്ള ഈ അമ്പലത്തിലേക്ക് നമുക്ക് താഴെ നിന്നും ഒരു വഴിയുണ്ട്. അതിന് ചുറ്റും കാടാണ്. അത്യാവശ്യം നല്ല കുന്ന് പോലെയുള്ള കയറ്റാണ്. അതിലൂടെ വണ്ടികളൊക്കെ കയറ്റുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം നമുക്ക് അമ്പലത്തിൻ്റെ ടോപ്പിൽ തന്നെയായിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് താഴെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് എല്ലാ പടികളും കയറി ഭഗവാനെ ദർശിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഈ അമ്പലത്തിലെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5:30 തൊട്ട് 10:30 വരെയാണ്. വൈകിട്ടാണെങ്കിൽ 5:30 തൊട്ട് 7:30 വരെ. എപ്പോഴും നമ്മൾ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് കേരള പഴനി സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സ്വാമിയാണ്. പിന്നെ പരമശിവൻ, ശ്രീപാർവതി, ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ സ്വാമി, നാഗങ്ങൾ തുടങ്ങിയവർ ഉപഭക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ചുറ്റുപാടുമുള്ള താഴ്വരയുടെയും തൃശ്ശൂർ പ്രദേശത്തിൻ്റെയും മനോഹരമായ കാഴ്ചകളോടെ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ബസ് വഴിയാണ് വരുന്നതെങ്കിൽ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പൊന്നൂക്കര, വെട്ടുകാട് അല്ലെങ്കിൽ മരോട്ടിച്ചാൽ വഴി ഉള്ള ബസ്സുകൾ നോക്കി കയറിയാൽ ക്ഷേത്രത്തിൽ എത്താം. ഈ പടികളൊക്കെ ഓരോ ഭക്തന്മാർ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ പേരുകൾ അതിൽ എഴുതിയിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ചുവടുകൾ കയറി ഭഗവാനെ ദർശിക്കാം, അല്ലെങ്കിൽ കാറോ ബൈക്കോ ഉണ്ടെങ്കിൽ കുന്നിൻ മുകളിലേക്ക് ഉള്ള ഒരു ചെറിയ റോഡുണ്ട്. അതുവഴി കയറി മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഈ റോഡ് അല്പം കുത്തനെ ആയത് കാരണം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വാഹനമായിട്ട് യാത്ര ചെയ്യാൻ. പടികൾ കയറാൻ എളുപ്പമാണ്. എന്നാൽ പ്രായമായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യം ശരിയല്ലെങ്കിൽ നമ്മൾ റോഡ് വഴി പോകുന്നതാണ് എപ്പോഴും നല്ലത്. തലമുണ്ടനം ചെയ്യൽ ആണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് കേട്ടോ. എല്ലാ ദിവസവും 6:30 മുതൽ 9:30 വരെ ഇത് ചെയ്യാവുന്നതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെയായും ചെല്ലുന്നവർക്ക് വേണ്ടിയിട്ട് ഫീഡിംഗ് റൂമുകളും അതുപോലെ തന്നെ ശുചിമുറികളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. അവ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നുകൊണ്ടുള്ള സൂര്യാസ്തമയ കാഴ്ച അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത വിധം നമ്മളെ അവിടെ പിടിച്ചിരുത്തുന്ന ഒരു കാഴ്ചയാണ്. തിരക്കേറിയ തെരുവുകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ട ഈ ക്ഷേത്രം വിശ്രമവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷം ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നു.
ശാന്തവും അതുപോലെ തന്നെ വളരെ മനോഹരവുമായ ഈ സ്ഥലം നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമുക്കിവിടെ ഏത് വസ്ത്രം ധരിച്ചായാലും അകത്തേക്ക് കയറാനായിട്ട് അനുവാദമുണ്ട്. പാൻ്റായാലും ജീൻസ് ആയാലും ചുരിദാർ ആയാലും അതൊന്നും ഇവിടെ ദർശനത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യം അല്ല. വഴിപാട് കൗണ്ടറാണ് കാണുന്നത്. തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചുറ്റിലും നോക്കുമ്പോൾ കാണുന്ന നഗരക്കാഴ്ചയാണ്. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. നല്ല ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. വേഗം തന്നെ ഞങ്ങൾ തൊഴുത് ഇറങ്ങുകയാണ്. കയറുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഇറങ്ങുന്നതിന് ഇല്ല. ഇവിടെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്ക് വാഹനങ്ങൾ മുകളിൽ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം കാണാം. അധികം ജനത്തിരക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു സാധാരണ ദിവസത്തിലാണ് ഇവിടെ തൊഴാൻ പോയത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെയൊരു മുരുകക്ഷേത്രം ഈ ചേച്ചേരിക്കുന്ന് ഭാഗത്ത് ഉള്ളതായിട്ട് അറിവിൽ ഇല്ല. എല്ലാവരെയും പഴനി ആണ്ടവൻ രക്ഷിക്കട്ടെ. നമ്മുടെ തൃശ്ശൂരുള്ള ഈ കേരളപ്പഴനി അടിപൊളിയാണ് കേട്ടോ. ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫുള്ളും ഈ ലൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു കാഴ്ച വളരെ അടിപൊളിയാണ്. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമയം കിട്ടിയില്ലെങ്കിലും സമയം ഉണ്ടാക്കി നിങ്ങൾ ഒരു ഈവനിങ്ങിൽ കേരളപ്പഴനി സന്ദർശിക്കാൻ വരിക. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാം. കൂടാതെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്കിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ ഗൈസ്, ബൈ ബൈ.